ഹായ് ഹലോ, ഇന്ന് ഐവിൻകുട്ടൻ്റെയും ബാനുട്ടിയുടെയും ക്രിസ്മസ് സെലിബ്രേഷൻ ആണേ. ഇന്നെന്ന് പറഞ്ഞത് ഇത് ബുധനാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ഇട്ടപ്പോൾ ഇച്ചിരി ലേറ്റായി പോയിട്ടോ. രണ്ടുപേരും രണ്ട് സ്കൂളിലാണെങ്കിലേ ക്രിസ്മസ് സെലിബ്രേഷൻ ഏതായാലും ഒരു ഡേറ്റിൽ തന്നെ വന്നേ. എഴുന്നേറ്റപ്പോൾ തന്നെ രണ്ടുപേരും പതിവ് പോലെ വഴക്ക് ഇവിടെ തുടങ്ങിയിട്ടുണ്ടേ. പിള്ളേര് മൊബൈൽ കാണാതിരിക്കണമെങ്കിൽ അവർക്ക് കൂടുതൽ കളിപ്പാട്ടം കിട്ടണം. അതുകൊണ്ട് ഒന്നും വാങ്ങിക്കൊടുക്കണ്ട, കളിപ്പാട്ടം വാങ്ങി തരും. രണ്ടുപേര് നിന്ന് ഒരുമിച്ചുള്ള സ്റ്റെപ്പ്. അപ്പൊ ഈ പെയറായിട്ടുള്ള ഇവനില്ലെങ്കിൽ മറ്റേ ആൾക്ക് സ്റ്റെപ്പ് എടുക്കാൻ പറ്റില്ല. സ്കൂളിലെ കാര്യമാണ് പറയുന്നത്. രണ്ടുപേർക്കും ആനുവൽ ഡേ കൂടിയാണ് കേട്ടോ. ഐവിൻകുട്ടൻ്റെ ശനിയാഴ്ചയാണ്, ബാനുട്ടിയുടെ വെള്ളിയാഴ്ച. ബാനുട്ടിക്ക് പിന്നെ അന്ന് പ്രത്യേകിച്ച് പ്രോഗ്രാം ഒന്നും ഇല്ല കേട്ടോ. പക്ഷേ ഐവിൻകുട്ടന് ഡാൻസ് ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു കേട്ടോ. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് രണ്ടുപേരും ഓർത്തത് കേട്ടോ ഇൻവിറ്റേഷൻ തന്നില്ല എന്ന്. വേഗം തന്നെ ബാഗ് എടുത്തുകൊണ്ട് പോയി രണ്ടുപേരുടെയും ഇൻവിറ്റേഷൻ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. സംഗമം 2025 ഈ അധ്യയന വർഷത്തിലെ സ്കൂൾ ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു. എവിടെ വെച്ച് നടത്തുന്നേ? അല്ല, സ്കൂൾ അങ്കണത്തിൽ എന്ന് വെച്ചാൽ എവിടെയാണ്? ഓഡിറ്റോറിയത്തിൽ. ഈ മഹനീയ സദസ്സിലേക്ക് നിങ്ങൾ ഏവരെയും വിനീതമായി ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിൻസിപ്പൽ നോട്ട് കൃത്യം 5 മണിക്ക് തന്നെ എല്ലാവരും എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഉറങ്ങിപ്പോയല്ലോ ഇഞ്ചിപ്പോ ഡാൻസിന് ഉച്ചി 5 മണി കഴിയുമ്പോഴേക്കാ ഡാൻസ് നിന്നോണ്ടിറങ്ങി. ഐവിൻകുട്ടൻ ആനുവൽ ഡേക്ക് ഡാൻസ് ഉണ്ട് കേട്ടോ. പക്ഷെ ബാനുട്ടിക്ക് ഇത്തവണ ഒന്നും ചേർന്നിട്ടില്ല അവള്. പകരം ക്രിസ്മസ് സെലിബ്രേഷൻ അവർക്കൊരു സോങ് ഉണ്ട്. അപ്പോൾ ഇന്ന് സോങ് ഒക്കെ പഠിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്തെങ്കിലും അവർക്ക് പ്രത്യേകിച്ച് ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവരണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പകരം ഒരു ക്രിസ്മസ് കാർഡ് ഉണ്ടല്ലോ, അത് നമ്മൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബാനുട്ടിയാണെങ്കിൽ അതിൽ എഴുതാനുള്ളതൊക്കെ എഴുതിയിട്ടാണ്. പക്ഷെ കാർഡിൻ്റെ പരിപാടിയൊന്നും പുള്ളിക്ക് അറിയില്ലേ. അത് എന്നെ ഏൽപ്പിച്ചു. എനിക്കും വലുതായിട്ടൊന്നും അറിയില്ല, എന്നാലും അറിയാവുന്നതുപോലെ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു കേട്ടോ. എന്നേക്കാൾ നന്നായിട്ട് അവൾ വരക്കും. പക്ഷേ അവൾക്ക് ഇത്തവണ എന്തോ കഴിയില്ല എന്നും പറഞ്ഞ് അവളത് ചെയ്തൂല. പിന്നെ ഞാൻ കുത്തിക്കുറിച്ചൊക്കെ ഒരു വിധത്തിൽ ഒപ്പിച്ച് വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഐവിൻകുട്ടന് പ്രത്യേകിച്ച് ക്രിസ്മസ് ഫ്രണ്ടും ഗിഫ്റ്റും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവർക്ക് ഈ ആനുവൽ ഡേ ആയതുകൊണ്ട് അതിൻ്റെ തിരക്കിലായി പോയി കേട്ടോ. പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെയാണ്. ഈ ക്രിസ്മസ് കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഞാൻ എന്ത് ചെയ്തു, കടയിൽ നിന്ന് നമ്മുടെ ഈ കളർ പേപ്പർ ഉണ്ടല്ലോ, ബോണ്ട് പേപ്പർ പോലത്തെ കളർ പേപ്പർ മേടിച്ചു കേട്ടോ. 2-3 കളറിലെ പേപ്പർ മേടിച്ചു. എന്നിട്ടാണ് അതിനകത്ത് ഒരു വൈറ്റ് പേപ്പർ ഒട്ടിച്ച് വെച്ച്. ഇത് ചെയ്തത് ശരിക്കും യൂട്യൂബിൽ നോക്കി തന്നെയാണ് കേട്ടോ. കുറച്ച് വീഡിയോസൊക്കെ നോക്കി എനിക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നത് അതിനകത്ത് നിന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്തു കേട്ടോ. എന്നിട്ടാണ് ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത്. കാർഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ സമയം പോയേ. പെട്ടെന്ന് തന്നെ രണ്ടുപേരെയും ഒരുക്കി കേട്ടോ. ഐവിൻകുട്ടന് നേരത്തെ വണ്ടി വരുമല്ലോ, അതുകൊണ്ട് ഐവിൻകുട്ടൻ ആദ്യം ഒരുക്കി കേട്ടോ. ഡ്രസ് കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് റെഡ് ഓർ വൈറ്റ് ആണ്. റെഡ് ടീഷർട്ടൊന്നും ഐവിൻകുട്ടൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു വൈറ്റ് ജുബ്ബ ഉണ്ടായിരുന്നു, അത് എടുത്തിട്ട് കേട്ടോ. ബാനുട്ടിക്കും റെഡോ അല്ലെങ്കിൽ വൈറ്റോ ആണ് പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ വൈറ്റ് ഇവിടെ ഉണ്ട്, അത് ഇടിയിക്കാം എന്നോർത്തിരുന്നപ്പോഴാണ് മിസ് വിളിച്ചത്. പാട്ടുള്ളവർക്കെല്ലാം റെഡ് നിർബന്ധമാണെന്ന്. പിന്നെ കടയിൽ പോയി ഒരെണ്ണം വാങ്ങേണ്ടി വന്നു. അങ്ങനെ ഐവിൻകുട്ടൻ റെഡിയായി ഇറങ്ങി കേട്ടോ. എല്ലാവർക്കും ടാറ്റയൊക്കെ തന്ന് പ്ലെയിൻ കിസ്സൊക്കെ കൊടുത്ത് പുള്ളി പോകുവാണേ. പോകുന്ന വഴിയിൽ അവിടെ ഒരു പശു നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. കണ്ടപ്പോഴേ പശുവിന് ടാറ്റയൊക്കെ കൊടുത്തു കേട്ടോ. ടാറ്റയും കൊടുത്ത് കൂട്ടത്തിലൊരു പ്ലെയിൻ കിസ്സും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ റോട്ടിൽ ചെന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഐവിൻകുട്ടൻ്റെ വണ്ടി വന്നു കേട്ടോ. അങ്ങനെ ഐവിൻകുട്ടൻ കയറിപ്പോയേ വണ്ടിയിൽ. അങ്ങനെ അവനെ വിട്ട് കഴിഞ്ഞ് വേഗം വന്ന് ബാനുട്ടിനെ റെഡിയാക്കി കേട്ടോ. ഇതായിരുന്നു കേട്ടോ ബാനുട്ടിയുടെ സ്റ്റൈല്. ഇങ്ങനെ തന്നെ വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുൾ റെഡ് വേണം കേട്ടോ. റെഡ് മാല, റെഡ് വള, അതുപോലെ ബോ എല്ലാം റെഡ് തന്നെ വേണമായിരുന്നു. അങ്ങനെ ബാനുട്ടി ഇറങ്ങി കഴിഞ്ഞപ്പോൾ പശുവിനെ കണ്ടപ്പോൾ അവൾക്ക് ആകെ പേടിയായി. അയ്യോ, ഞാൻ റെഡാണ് ഇട്ടേക്കുന്നത്, പശു എന്നെ കുത്തുവേ എന്നും പറഞ്ഞ് പേടിച്ചോടിയാണേ പോയത്. അങ്ങനെ റോട്ടിൽ ചെന്ന് അപ്പയുടെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുന്നതാണ് കേട്ടോ. പുള്ളി അറിഞ്ഞില്ല കേട്ടോ വീഡിയോ എടുക്കുന്നുണ്ടെന്ന്. പെട്ടെന്ന് തന്നെ ബാനുട്ടിയുടെ വണ്ടി വന്നിട്ടോ. അങ്ങനെ ബാനുട്ടിയും കയറിപ്പോയി. ഇതാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.